ശശികുമാർ, ലിജോ മോൾ ജോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന് തമിഴിൽ നിന്നും പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഫ്രീഡം. സത്യശിവയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ജിബ്രാനാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ ചിത്രത്തിൻ്റെ ഒരു ടീസർ ഇപ്പം റിലീസായിട്ടുണ്ട്. ടീസർ ഇറങ്ങിയിരിക്കുന്ന ട്രെൻഡ് മ്യൂസിക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ടീസർ കണ്ടതിന് ശേഷം അതിൻ്റെ റിയാക്ഷൻ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. ഞാൻ ഓഡിബിൾ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ടീസർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ജൂലൈ 10 സിനിമ റിലീസ് എന്നുള്ളത് ഓൾറെഡി പോസ്റ്ററിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലാണ് സിനിമ വരാൻ പോകുന്നത്. ശശികുമാറിന് ഇതിന് തൊട്ട് മുമ്പിറങ്ങിയ സിനിമ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ഫാമിലി ആയിരുന്നു. ഗംഭീര സിനിമയായിരുന്നു. ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ റിവ്യൂ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ മേളിലെ ഐ ബട്ടണിൽ കൊടുക്കാം. സൂപ്പർ സിനിമയായിരുന്നു. സോ ആ ഒരു നല്ല സിനിമയ്ക്ക് ശേഷം ശശികുമാറിൻ്റെ അടുത്തൊരു സിനിമ വരുന്നതാണ്. സോ എങ്ങനെയാണ് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ടീച്ചർ കണ്ടതിന് ശേഷം സംസാരിക്കാം. കൂടുതൽ സംസാരിക്കേണ്ട, ലെറ്റ്സ് റിയാക്ട്. ഇപ്പൊ കേൾക്കുന്നത് ഒഡിയ ലാംഗ്വേജ് ആട്ടോ. ഇവിടെ ഇതാ വരിക. പാർട്ടി പാണ്ഡ്യൻ പരശുറാം. Inspired by true events. நாம இருக்கியா இங்க இருக்கணும். நாம எல்லாரும் தப்பிச்சு போயிடலாம். മറ്റൊരു ജയിൽ ചാട്ടക്കഥയാണോ? എല്ലാരും വിസാരണ മേലെ വിസാരണ പോട്ട് ഇങ്ങനെ தான் கொள்ளணும். ഓ ഇവനുണ്ടോ? ജിബ്രാൻ. 100 அரசியல்வாதிகளுக்கு இலங்கை தமிழ் மேல ரொம்ப பாசம் அதிகம். வெளியே இருக்கிற கூட்டம் உள்ள வந்தது என்ன நடக்கும்னு சொல்ல முடியாது. இங்க மட்டும் என்ன சார் சொர்க்கமா? லிஜோ മോൾ ജോസ്. இதுவே ஒரு நரகம் தான். விடுதலைக்காக நான் சட்டப்படி போராட்டத்தை ஆரம்பிச்சேன். ശ്രീലങ്കൻ തമിഴാണ്. മലയാള ആക്ടേഴ്സ് എല്ലാവരും കുറെ പേരുണ്ടല്ലോ. தடுக்க முடியாது. ഫ്രീഡം. ഇവനാരോട് അടുത്ത് വന്ന് തൂക്കിലിട്ടത്? മലയാളം. ജൂലൈ 10. ഓ ഇതെന്തൊരു ഫ്രീഡം ഓഗസ്റ്റ് 14. അതാണ് പടത്തിൻ്റെ മൊത്തം പേര് കേട്ടോ. ഓക്കെ, ഫ്രീഡം എന്ന് മാത്രം ടൈറ്റിൽ കൊടുത്തിട്ടുള്ളൂ. ഫ്രീഡം ഓഗസ്റ്റ് 14 എന്നാണ് പടത്തിൻ്റെ മുഴുവൻ പേര്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്നൊരു സിനിമ നമുക്കുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു സംഭവമാണോ എന്നറിയത്തില്ല. എന്തായാലും ജയിൽ ചാട്ടവും സംഭവമൊക്കെ പറയുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ്, ഇലങ്കൈ തമിഴ്, നമ്മുടെ ശ്രീലങ്കൻ ആൾക്കാരെ പറ്റിയുള്ള പരാമർശവും വരുന്നുണ്ട്. പുള്ളിയുടെ തൊട്ട് മുമ്പത്തെ സിനിമ ടൂറിസ്റ്റ് ഫാമിലിയിലും അദ്ദേഹം ഒരു ശ്രീലങ്കൻ തമിഴനായിട്ടായിരുന്നു. ഇനി ഇയാളുടെ പേര് ഇനിയിപ്പോൾ എന്തെങ്കിലും അടുത്ത പ്രശ്നവും ബഹളമൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് തമ്പുരാനറിയാം. ഇനിയിപ്പോൾ ഒരു ആൾ ഒരു കാര്യത്തെപ്പറ്റി 2 തവണ സംസാരിച്ച് കഴിഞ്ഞാൽ അവൻ ആ സൈഡാണ് ഈ സൈഡാണെന്നുള്ള പറച്ചിൽ നടക്കുന്നൊരു സമൂഹമാണല്ലോ. സോ പുള്ളി ഇപ്പം ശ്രീലങ്കൻ തമിഴ് സംസാരിക്കുന്ന കാരണം ഇനി അത് എതിർപ്പുള്ള ആൾക്കാരെല്ലാം കൂടി ഇനി പുള്ളി അവരെ സപ്പോർട്ട് ചെയ്യുക, പുള്ളിയുടെ സിനിമകളിൽ മൊത്തം അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇനി തുടങ്ങുമോ അറിയത്തില്ല. എന്തായാലും നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാകുമ്പോൾ മോഹം തിരിഞ്ഞിരിക്കുന്നത് നല്ലൊരു കാര്യമല്ല. സോ ഇതിലും നല്ലൊരു കണ്ടൻറ്റ് ഉണ്ടാവട്ടെ, നല്ല പെർഫോമൻസുകൾ കാണാൻ സാധിക്കട്ടെ. ലിജോ മോൾ ജോസിൻ്റെ ഒക്കെ ആ ഒരു ചെറിയ ഷോട്ടാണെങ്കിൽ കൂടി പ്രോമിസിംഗ് ആയിട്ട് തോന്നി. ജയ് ഭീമിനൊക്കെ ശേഷം നല്ലൊരു റോളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരട്ടെ. അതുപോലെ തന്നെ ഒരുപാട് മലയാളം ആക്ടേഴ്സ് ഉണ്ട്. അവൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു പോകും. സുദേവ് നായർ പുള്ളിയുടെ പേര് ഇടയ്ക്കിടയ്ക്കൊക്കെ മറന്നു പോകും. സുദേവ് നായരും ഒക്കെ സിനിമയിലുണ്ട്. കുറച്ച് മലയാളം ആക്ടേഴ്സും ഒക്കെ വേറെ ഉണ്ട്. അപ്പോൾ സോ ഒരു നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ സ്വർഗ്ഗവാസൽ എന്ന് പറഞ്ഞൊരു സിനിമ. RJ ബാലാജി നായകനായിട്ടുണ്ടായിരുന്നത്. അതും ജയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനത് തിയേറ്ററിൽ പോയി കണ്ടാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്കൗട്ടായ ഒരു സിനിമയായിരുന്നു. ബട്ട് തിയേറ്ററിൽ വൻ ഫെയിലായിരുന്നു പടം. സോ അതുപോലെ ആവാതിരിക്കട്ടെ. നല്ലൊരു സ്ട്രോങ് കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ളൊരു കണ്ടൻറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും പടം വരുന്ന സമയത്ത് നമുക്ക് കാണാൻ ശ്രമിച്ചു നോക്കാം. ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.
അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.